എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ പരമാവധി മാക്സിമം എത്ര പേരിലേക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ അത്രയും പേരിലേക്ക് ഷെയർ ചെയ്യുക. കാരണം അത്തരത്തിലൊരു വീഡിയോ ആണ് ഇത്. കാരണം നമ്മൾ ജീവിക്കുന്നത് നമുക്ക് ഭക്ഷണം, വസ്ത്രം, പിന്നീടാണ് നമുക്ക് സമ്പാദ്യം ഒക്കെ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. ഏറ്റവും അത്യാവശ്യം ഭക്ഷണം തന്നെയാണ് അല്ലേ? അപ്പോൾ അതില്ലാത്ത ഒരു അവസ്ഥയെന്ന് വെച്ചാൽ ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഏതെങ്കിലും ചാരിറ്റി വല്ലതും കാണുന്നുണ്ടെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണം. അത് മാത്രമല്ല, എൻ്റെ വിദേശത്തൊക്കെ നിൽക്കുന്ന സബ്സ്ക്രൈബേഴ്സ് ആയാലും അല്ലാതെയുള്ളവരായാലും ഇവരെ എങ്ങനെയെങ്കിലുമൊക്കെ സഹായിക്കാനുള്ള മനസ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മുന്നോട്ട് വരണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഒരുപാട് കൊടുത്തില്ലെങ്കിലും ഓരോരുത്തരും 1000 രൂപ വെച്ച് കൊടുത്താലും ഇവർക്ക് കുറച്ച് നാളത്തേക്കുള്ള ഇവർക്കുള്ള ഭക്ഷണത്തിനുള്ള പൈസയാവും. പിന്നെ എന്താണ് പറയുന്നത്, നമ്മുടെ ഈ ഒരു കേരളത്തിനകത്ത് ഒരുപാട് ചാരിറ്റികളുണ്ട്. ഇവരുടെ വീടിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട്, അവർ നല്ല ഏജുള്ള ആളുകളാണ്, ഇവർ താമസിക്കുന്ന വീടിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് നിന്ന് കൈകോർത്ത് ഇവർക്ക് ഒരു കുഞ്ഞു വീട് മതി, ഒരുപാട് ഇതൊന്നും വേണ്ട, മഴ പെയ്യുമ്പോൾ ചോരാതെ കിടക്കുന്ന തരത്തിലുള്ള സുരക്ഷിതമായ ഒരു മുറിയോ 2 മുറിയോ ഉള്ളൊരു കുഞ്ഞു വീട് എങ്ങനെയെങ്കിലും വെച്ച് കൊടുക്കണമെന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ താഴ്മയായിട്ട് പറയുന്നു. നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് വരൂ കേട്ടോ. ഈ മൂച്ചനെ കൊണ്ട് കളയും പോലെ ഇപ്പം തന്തേനും തള്ളേനെയും കൊണ്ട് കളുന്നത്. ആ അവസ്ഥ എന്തായാലും എൻ്റെ മാമനും അമ്മയ്ക്കും വരത്തില്ല. ഞാൻ കളയൂല. അവര് ഇത്ര പട്ടിണിയായാലും ഞാൻ അവർ കൊണ്ടുവന്ന് അനേതരത്തിലാക്കൂല. വിശന്ന് കഴിഞ്ഞാൽ അവര് വീടുകൾ മൊത്തം ഉള്ള മാട അവർ അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കണം. ഒരറ്റം പോലെ അവർ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരറ്റം കെട്ട് അവർ ഒരറ്റം വിശക്കുമ്പോഴത്തേക്ക് അവർ ഒരറ്റം കൊണ്ട് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിടിച്ചു മാറ്റാൻ ചെന്ന് കഴിഞ്ഞാൽ എന്നെ കൂടെ വേണമെങ്കിൽ അവർ അതിനകത്തോട്ട് പൊടിച്ച് മടക്കി വെക്കും. പേടിച്ചാണ് ഞാൻ പോകാതിരിക്കുന്നത്. ഇന്ന് ഇപ്പം നേരം വെളുത്തപ്പോൾ ഒരെണ്ണത്തിന് വിശന്നപ്പോൾ ചെന്ന് ആ കഥ പിടിച്ചടിച്ച് അതിനെ വലിച്ചു പൊളിച്ച് വെച്ചിട്ട് അത് പോയി. ഇങ്ങനെ ആയിക്കഴിഞ്ഞ് എന്നെ അവർ ക്ഷമിക്കാൻ തല്ലിക്കൊല്ലു. ഇതേ അല്ലേ അവർ ചെയ്യുന്നത്. ഇത് ഇഞ്ഞറ്റം വരെ ഉണ്ടായിരുന്നു. വിശക്കുമ്പോൾ തള്ളി അങ്ങ് അപ്പുറത്ത് മറിക്കും. പിന്നെ നമ്മൾ നുള്ളിപ്പറക്കി പിന്നെയും കൊണ്ടിഞ്ഞു വയ്ക്കും. പിന്നെയും എന്തെങ്കിലും ഇട്ട് ചെളിയ എന്തെങ്കിലും വെച്ച് പറക്കി വെച്ചാലും പിറ്റേന്ന് വരുമ്പോൾ അതിൻ്റെ ഇരട്ടി അവർ ഇളക്കി. മലയാളത്തിലൊന്നും അവരെ കൊണ്ട് കളയാൻ എന്നെ കൊണ്ട് മനസ്സ് കേൾക്കുന്നില്ല. ഇതിൽ കൂടുതൽ പലയിടത്തൊന്നും വന്ന്, പക്ഷെ എന്നെ കൊണ്ട് വെക്കുന്നില്ല. ഇവരെ ഇങ്ങനെ കൊണ്ടുവന്ന് കളഞ്ഞു കഴിഞ്ഞാൽ നാളെ സമയത്ത് എൻ്റെ മക്കൾ എന്നെ കൊണ്ട് കളയില്ലെന്ന് എനിക്ക് ഉറപ്പില്ല. അതുകൊണ്ട് ഞാൻ മരിക്കും കാലം വരെ എൻ്റെ കൊള്ളക്കിരി അവർ കിടക്കണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരു കൊല്ലം എല്ലാം പുറത്തു പോകില്ല. എല്ലാം വീടിനകത്ത് തന്നെ വരും. പാത്രങ്ങൾ വെച്ച് പിടിച്ച് അതിനകത്ത് നമുക്ക് പോയി കഞ്ഞി വെച്ച് കുടിക്കുക. ആ കണക്കിനാണ് നമ്മളെ വീട് കിടക്കുന്നത്. നല്ലൊരു മഴ പെയ്യുമ്പോൾ ഇതിനെല്ലാത്തിനും കൂടെ നുള്ളിപ്പുറക്കി ആ ഇറത്ത് പോയിരിക്കും. ഞങ്ങൾ അവിടെ മാത്രം ഇച്ചിരിച്ച് വരാതിരിക്കും, അവിടെ ഇരിക്കും. എന്ന് പറഞ്ഞാൽ ഇതിലെ പെവിക്കോള് വെച്ച് ഒട്ടിച്ചണക്കലാണ് ഓടുകൾ ഇരിക്കുന്നത്. ഏത് നിമിഷം എല്ലാം കൂടെ തറപ്പെത്തും. അങ്ങനെ ഇരിക്കുകയും എന്നുവെച്ചാൽ പൊളിഞ്ഞ് വീഴും. അത് ആ അവസ്ഥയിലിരിക്കും. പേടിയാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. എല്ലാത്തിനും അമ്മച്ചിയും മക്കളും എല്ലാം കൂടെ പോയി അവിടെ പോയിരിക്കും. പക്ഷെ മഴ നല്ല തോന്നതിന് ശേഷം ആണ് അവിടെ ഇവിടെ. എന്നാലും പേടിച്ചാണ് വന്ന് കിടക്കുന്നത് തന്നെ. പക്ഷെ അങ്ങനെയാണ്. പേടിയാണ് എനിക്ക്. ഇപ്പോഴത്തെ 2 ദിവസം മഴയത്ത് ഞങ്ങൾ ഉയരിഞ്ഞിരിക്കുന്നു. വിളിക്കാൻ ദൈവങ്ങളൊന്നും ഇല്ല. എല്ലാ ദൈവങ്ങളെയും വിളിച്ച്, അറിയുന്ന ദൈവങ്ങളെ മൊത്തവും വിളിച്ച്. എന്നിട്ടും അവസ്ഥ ഇതാണ്. ഉള്ളതും ഇല്ലാത്ത അവർക്ക് കണ്ടില്ലേ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാലും ഇതുപോലെയുള്ള ആളുകളൊക്കെ ഇപ്പോഴും ഉണ്ട് എന്ന് പറയുമ്പോൾ എന്നാ ചോദിക്കുക, നീ അങ്ങ് ഭയങ്കര സംഭവമാണെന്ന്. ഞാൻ സംഭവം അല്ലെങ്കിൽ പോലും എനിക്ക് ഇത്രയും ഗതികേടില്ല. സത്യം പറയാലോ. ഇവരുടെ ഒരു അവസ്ഥ നോക്കൂ. കിടക്കാടം പോലും ഇല്ല, ഭക്ഷണമില്ല കഴിക്കാനായിട്ട്. വല്ലാത്ത വേദന തോന്നുന്നു ഇത് കണ്ടിട്ട്. എന്താണ് ഓരോ വീടുകളിലും വേവിച്ച് കളയുന്നത്, പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ വാരി കൊടുക്കുന്നത്. എന്നാൽ ചോദിക്കുക, അത് ജീവജാലങ്ങളല്ലേ, അവർക്ക് കൊടുക്കണ്ടേന്ന്. അവർക്ക് കൊടുക്കണ്ടെന്നല്ല. എന്തുമാത്രം ഭക്ഷണമാണ് ഓരോ ദിവസവും വലിച്ചെറിയുന്നത്. നമ്മൾ ഹോട്ടലിലായാലും അല്ലാതെയായാലും ഇത്തരക്കാരൊക്കെ ഡെയിലി ഒരു എന്താണ് പറയുന്നത്, ഇതൊക്കെ ഹോട്ടലുകാർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഒരു 2 3 പൊതി വെച്ചിട്ട് ഇവർക്ക് ഡെയിലി കൊടുക്കുകയാണെങ്കിലും ഇവരുടെ പട്ടിണിക്ക് കുറച്ചൊരു വിശപ്പിന് ഒരു എന്താണ് പറയുന്നത്, ഒരു ആശ്വാസം ഉണ്ടാവും. ഇനി അത് സാധിച്ചില്ലെങ്കിൽ പോലും എന്താണ് ഈ തൊട്ടടുത്തൊക്കെ ഈ ആശാ വർക്കേഴ്സൊന്നും ഇല്ലേ ഇവിടെ? പഞ്ചായത്തൊന്നും ഇല്ല. ഇതൊന്നും കാണുന്നില്ലേ? ഇത്രയും മോശമായിട്ടുള്ള വീട്ടിൽ ഇവരിങ്ങനെ കിടക്കുന്നു എന്ന് പറയുമ്പോൾ, അതും രണ്ട് പ്രായമുള്ള ആളുകളും
പിന്നെ ഒരു ചെറുപ്പക്കാരിയും പിന്നെ ഇവരുടെ കുട്ടികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവരെല്ലാവരും കൂടി ഈ ഒരു മോശം വീട്ടിൽ, ഇത്രയും മോശമായിട്ടുള്ള വീട്ടിൽ, മഴ പെയ്താലും വെള്ളം മുഴുവനും മുറിക്കകത്ത് തന്നെ വരുന്ന ഈ ഒരു വീടിനകത്ത് ഇവർ താമസിക്കുന്നു എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് അധികൃതർക്കൊക്കെ നാണമാകുന്നില്ല എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ ചോദിക്കേണ്ടത്. നിങ്ങൾക്ക് എന്തുവാടേ ഇത്? നിങ്ങൾക്കൊന്നും നാണവും മാനവും അഭിമാനമൊന്നും ഇല്ലേ? നിങ്ങളുടെ പഞ്ചായത്തിൽ ഇത്തരത്തിലൊരു വീടുണ്ട്, ഒരു വീട്ടിലുള്ള മുഴുവൻ ജനങ്ങളും പട്ടിണി കിടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് അഭിമാനമാണോ ഉള്ളത്? നിങ്ങൾക്ക് അപമാനം തോന്നുന്നില്ലേ? എന്താ പറയുന്നത്, ഇഷ്ടം പോലെ അരികൾ റേഷൻ കടയിൽ നിന്നൊക്കെ എത്രയോ പേര് മേടിക്കാതെ ഉള്ളതൊക്കെ കാണും. നിങ്ങൾക്ക് ഇവർക്ക് ആഹാരത്തിനുള്ള വകയെങ്കിലും കൊണ്ടുവന്ന് എത്തിച്ചു കൊടുക്കാനുള്ള മനസ്സില്ലാത്ത നിങ്ങളെയൊക്കെ എന്താ പറയേണ്ടത്? ഇനി ബാക്കി കൂടി കേൾക്കാം. മാനസികമായിട്ടുള്ളത് തന്നെ ജന്മന അവർക്കുള്ളതാണ്. അത് എന്തിനാ രണ്ടുപേർക്കും ഒരേപോലെ തന്നെ കണ്ണും കാണത്തില്ല, സംസാരിക്കത്തുമില്ല, കേൾവിയില്ല, ഒരു ഇതുമില്ല. നമ്മളെവിടെയെങ്കിലും പോയിട്ട് ഇരുത്തിയാൽ അവിടെ ഇരിക്കും, പിടിച്ചാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് വരും. ആ അവസ്ഥയിലാണ്. ഒരു ഇതില്ല അവർക്ക്. ഇരുട്ടുന്നത് എന്തര വെളുക്കുന്നത് എന്തരാണെന്നൊന്നും അവർക്ക് അറിയത്തില്ല. നമ്മൾ നേരം വെളുത്ത് ചെന്ന് വിളിക്കുകയാണെങ്കിൽ എഴുന്നേറ്റില്ല, ഇരുട്ടാണെങ്കിൽ ചെന്ന് നമ്മൾ പറഞ്ഞ ഇരുട്ടാണ് പോയി കിടക്കാൻ പറഞ്ഞ് ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ പോയി കിടക്കും. എൻ്റെ വയറ് ഇറുക്കിക്കൊണ്ട് ഉള്ളത് അവർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ആഹാരത്തിനുള്ള വഴി എന്തെങ്കിലും ദൈവം സഹായിച്ച് കിട്ടിയാൽ നമുക്ക് വളരെ ഉപകാരമില്ല. നമുക്ക് വേറെ ഒന്നും മാണിയറതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇവരെ പട്ടിണിക്ക് ഇടാതെ കൊണ്ടുപോകണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. പക്ഷെ അത് ദൈവം സഹായിച്ച് കിട്ടിയാൽ വളരെ സന്തോഷം. ജന്മന കിട്ടിയതാണെന്ന് ഇവർ പറഞ്ഞില്ലല്ലോ, എന്തരാണെന്നൊന്നും ഇവർക്ക് അറിയത്തില്ല. ഇവരെ പാരമ്പര്യം അമ്മക്കും കിട്ടിയിട്ടുണ്ട്, എനിക്കും ഉണ്ട്, എൻ്റെ മോക്കും ഉണ്ട്. അമ്മക്കും ദൂരെ കാഴ്ച അതില്ല. എൻ്റെ മോള് കണ്ണാടി വെച്ച്, ഞാൻ മാത്രം വെച്ചിട്ടില്ല. എന്നേ ഉള്ളൂ. നമ്മളെ വീട് നോക്കുമ്പോൾ കണ്ണാടി വയ്ക്കാൻ നടക്കുമോ? ഞാൻ ആ അവസ്ഥയിലാണ്. കണ്ണാടി വയ്ക്കണമെങ്കിൽ ക്യാമ്പിന് ഇതിനൊക്കെ പോകണ്ടേ. ആ പൈസ ഉണ്ടെങ്കിൽ ഒരു കിലോ അരി മേടിച്ച് ഇവർക്ക് അഡ്മിറ്റ് കൊടുക്കാൻ നോക്കുകയുള്ളൂ ഞാൻ. അതാണ് ഇവർ പറയുന്നത്. പോയി ഇരുന്ന പിന്നെ മേടിക്കാം. ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഇവരെ പോലുള്ളവരെയൊക്കെ. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഇനി ബാക്കി കാണാതിരിക്കുന്നതാണ് നല്ലത്. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഈ ഫാമിലിയിലുള്ളവർ, അതായത് ആ അച്ഛനും അമ്മയും സംസാരിക്കില്ല, അവർക്ക് കണ്ണും കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് നേരം ഇരുട്ടുന്നതും വെളുക്കുന്നതും ഒന്നും അറിയാൻ പറ്റില്ല. ഇരുട്ടി കഴിയുമ്പോൾ ഈ പറയുന്ന ചേച്ചി വന്നിട്ട് ഇങ്ങനെ തട്ടിയിട്ട് പറയും, നേരെ ഇരുട്ടി ചെല്ലുമെന്ന് പറയും. എന്നിട്ട് ഇങ്ങനെ കിടക്കുന്നതായിട്ട് ഇങ്ങനെ കാണിക്കും. അപ്പോൾ അവർ കയറി കിടക്കും. വിശക്കുമ്പോൾ തന്നെ അവരെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് അവർക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവരവിടെ കാണിക്കുന്നത് മുഴുവനും പരാക്രമമാണ്. വീടിൻ്റെ ഓരോ വശങ്ങളായിട്ട് ഇടിക്കുകയും പൊളിക്കുകയും തൊഴിക്കുകയും ഒക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പറയുന്ന ആ ഒരു സഹോദരി ഉണ്ടല്ലോ, ആ സഹോദരിക്ക് ഈ പറയും പോലെ കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ട്. സഹോദരിയുടെ മകൾക്കും ഉണ്ട്. പക്ഷെ മകൾ ഗ്ലാസ് വെച്ചിട്ടുണ്ട്, ഇവർ ഗ്ലാസ് വെച്ചിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. പാരമ്പര്യമായിട്ട് ഇവർക്ക് കിട്ടിയതാണ്, കുട്ടിക്കാലം തൊട്ടേ ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് പ്രശ്നങ്ങളും ഉണ്ട് ഇവർക്ക്, ഈ അച്ഛനും അമ്മയ്ക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നാണാവുന്നില്ലേ? മുക്കിന് റോഡുകളൊക്കെ കുത്തി ഇളക്കി പൊളിച്ചും വരച്ചും ഇട്ടിരിക്കുകയാണ്. എന്തിനാണ്? വലിയ രീതിയിൽ എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നമ്മുടെ നാടിൻ്റെ ആ ഒരു മുഖച്ഛായ പോലും മാറ്റാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന സർക്കാരിനോട് എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രം. പുച്ഛം തോന്നുകയാണ് നിങ്ങളുടെ അടുത്തൊക്കെ, വളരെ പുച്ഛം തോന്നുകയാണ് നിങ്ങളുടെ അടുത്ത്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ട്, ആർക്ക് വേണ്ടിയിട്ടാണ് ഈ വെട്ടി വാരി കുഴിച്ച് പറിച്ചിട്ടിട്ട് വലിയ വലിയ റോഡുകളും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് നിൽക്കുന്നത്? ആദ്യം പാവപ്പെട്ട മനുഷ്യരുടെ വിശപ്പ് മാറ്റ്, അതാണ് ചെയ്യേണ്ടത്. ഇവരുടെ കണ്ണുനീരൊപ്പ്, വിശപ്പ് മാറ്റ്. അവർക്ക് ചോരാതെ കിടന്നുറങ്ങാനായിട്ട് ഒരു കൂര റെഡിയാക്കിക്കൂടെ. ഇതിന് പറ്റാത്ത സർക്കാരെ നിങ്ങൾക്ക് നാണമാവുന്നില്ലേ? ഛേ, മോശം.